ചിപ്പി ചേച്ചി എന്റെ ഈ ബുക്കുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് തരുമോ? ചേച്ചി എന്റെ ബുക്സും. ഇവിടെ എന്റെ ബുക്ക് ഒന്ന് കവർ ചെയ്തിട്ടില്ല. ഈ ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് തരാൻ അമ്മയോട് എങ്ങനെ പറയുന്ന ആലോചിച്ചിരിക്കാൻ ഞാൻ. നിങ്ങളുടെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കം ഒന്ന് കംപ്ലീറ്റ് ആയില്ലേ? ഇതെന്താ രണ്ടാളെ കയ്യിൽ പുസ്തകം പിടിച്ചിരിക്കുന്നേ? ഇതൊക്കെ കവർ ചെയ്യേണ്ട പുസ്തകങ്ങളാ. നല്ല മിടുക്കന്മാർ. നാളെ സ്കൂൾ തുറക്കുക. എന്നിട്ട് ഇന്നാണ് കവർ ചെയ്യുന്നേ. ഈ പുസ്തകമെല്ലാം നമുക്ക് കവർ ചെയ്ത് തരുമോ? മേശപ്പുറത്ത് കൊണ്ട് വെച്ചേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്തുതരാം. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചില്ലേ? നാളെ നിങ്ങളുടെ ആദ്യത്തെ ദിവസമല്ലേ? അമ്മേ, മൂന്നാളുടെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇടാനുള്ള ഷൂ സോക്സും എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഇടാനുള്ള ഡ്രസ്സ് ഞങ്ങളെല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ കളർ ഇടാലോ, ഫസ്റ്റ് ഡേ അല്ലേ. ഈ ബുക്ക് പിടിച്ചെടുക്കത്തേക്ക് നിൽക്കണ്ട, നിങ്ങളത് കൊണ്ട് അങ്ങ് വെച്ചേ. പിന്നെ മറ്റന്നാളോട്ട് പഠിക്കാനൊക്കെ ഉള്ളതാ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്പം റെഡിയാക്കി വെക്കണം. പിന്നെ ഉണ്ണി, നിന്നെ നിന്റെ അമ്മ എന്നെ വിശ്വസിച്ച് അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. അതുകൊണ്ട് കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുത്. ഏയ്, ഞാൻ കുരുത്തക്കേടൊന്നും ഒപ്പിക്കില്ല. ഞാൻ നല്ല കുട്ടിയായി. കുരുത്തക്കേടിന്റെ കാര്യം ബാക്കി രണ്ടിനോടും കൂടിയിട്ടാ പറഞ്ഞേ. ഞങ്ങളിനി കുരുത്തക്കേടൊന്നും കാണിക്കില്ലമ്മേ. ഞങ്ങൾ നല്ല കുട്ടികളായിക്കോളാം. ഞാൻ പിന്നെ പണ്ടേ നല്ല കുട്ടിയാണല്ലോ. എന്നാലും അമ്മയുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനും നല്ല കുട്ടിയായിക്കോളാം. മതി മതി. എന്നാ നിങ്ങളെല്ലാം വാ. നിങ്ങളുടെ ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മേ. എന്താ ചിന്നു? ഉണ്ണിയെ ബോർഡിങ്ങിലാക്കുന്നു പറഞ്ഞിട്ട് അവന്റെ പണിഷ്മെന്റ് എല്ലാം മാറ്റിയിട്ട് അവനെ ഇവിടെ തന്നെ നിർത്തിയല്ലോ. അതിനെന്താ? അല്ല, അപ്പൊ ഞങ്ങളുടെ പണിഷ്മെന്റും ഒന്ന് മാറ്റിക്കൂടെ? അതേ അമ്മേ, ഞങ്ങൾ വന്നിട്ടൊന്നും ടി വി കണ്ടില്ലല്ലോ. ഇനിയും ഞങ്ങൾ കണ്ടോട്ടെ. നിങ്ങൾ കണ്ടോ? പക്ഷെ പണ്ടത്തെ പോലെ ഏത് സമയം നോക്കിയാലും ടിവിയുടെ മുന്നിൽ തന്നെ ആയിപ്പോലെ. എന്നാൽ നിങ്ങൾ വാ, ലേറ്റ് ആക്കണ്ട. നിങ്ങളെ ബുക്കെല്ലാം എടുത്ത് മേശപ്പുറത്ത് കൊണ്ടൊക്കെ, ഞാനും എന്റെ ബുക്കെല്ലാം എടുത്തിട്ട് വരാം. അല്ല, നിങ്ങളിതുവരെ എണീറ്റില്ലേ? പിള്ളേര്. ഇതെന്താ ഉണ്ണി കണ്ണു തുറന്ന് നടക്കുന്നേ? ഉണ്ണി എണീക്കേ, സ്കൂളിൽ പോണ്ടേ? എണീറ്റാ ആന്റി, ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. പറ്റില്ല. ചിന്നുനല്ലേ നോക്ക്, അവൾ എപ്പോഴാ റെഡിയായി? ചിന്നു റെഡിയായി. അപ്പൊ സമയത്തായി? 8 മണിയെല്ലാം കഴിഞ്ഞു. വേഗം എണീറ്റാട്ടെ. അയ്യോ, എന്താ ഇപ്പൊ എണീക്കാം? വേഗം പോയി റെഡി ആയിക്കോ. ആന്റി, ഇവളെന്താ എന്നിട്ട് എണീക്കാത്തെ? ചിപ്പി ചിപ്പി, എനിക്ക് സ്കൂളിലൊന്നും വേണ്ടേ? കുറച്ചുകൂടി ഉറങ്ങട്ടമ്മേ. എണീറ്റില്ലെങ്കിൽ വെള്ളം കോരി വയ്ക്കും ഞാൻ. വേഗം പോയി റെഡിയാവ്. ചിന്നു എല്ലാം നേരത്തെ റെഡിയായി. ഉണ്ണിയും അതാ റെഡിയാവാൻ പോയിട്ടുണ്ട്. കൂടുതൽ മൂത്തല്ലേ നീ? എന്നിട്ട് ഇങ്ങനെയാണോ വേണ്ടേ? രാവിലെ തന്നെ വഴക്കാണല്ലോ. വേഗം പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വാ. എന്നാലും സ്കൂളിൽ പോകാൻ മടിയാണെന്ന് പറഞ്ഞ് ചിന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് റെഡിയായേ? വേഗം പോയി റെഡിയാവാം, ഇല്ലെങ്കിൽ അമ്മേന്റെ കയ്യിൽ നിന്ന് ഇനിയും വഴക്ക് കിട്ടും. എന്നവാ മക്കളെ, വേഗം പോയേക്കാം. നിങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. ഇല്ല മോളെ, നാളെ തൊട്ട് നിങ്ങൾക്ക് സ്കൂൾ ബസ് ഉണ്ട്. ഉച്ചക്ക് നിങ്ങളെ അമ്മ കൂട്ടാൻ വരും. എന്നാ ദൈവം ഞങ്ങൾ ഇറങ്ങുന്നേ. ഏട്ടാ, മക്കളെ സ്കൂളിൽ ചെന്ന് കുരുത്തക്കെടന്നൊപ്പിക്കല്ലേ. ഉച്ചക്ക് അമ്മ കൂട്ടാൻ വരും. മക്കൾ സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി. എന്നാ മക്കൾ പോയിട്ട് വാ. എന്റെ പഴയ ക്ലാസ് റൂം ഇതിനേക്കാളും വളരെ വലുതായിരുന്നു. പിന്നെ വെറുതെ കളത്രം പറയല്ല, സത്യമായിട്ടും എന്റെ ക്ലാസ് റൂം ഭയങ്കര വലുതായിരുന്നു. ഇതാ ഈ ബോർഡൊക്കെ ഇതിനേക്കാൾ 2 ഇരട്ടി വലുപ്പമുണ്ട്. വിശ്വസിച്ച് രാവിലെ പുട്ടാണ് തിന്നു വെച്ചിട്ട് ഇങ്ങനെ പറയണോ? തള്ളലടി, സത്യമായിട്ടും. അല്ല, ഇതെന്താ ക്ലാസ്സിൽ ആരും ഇല്ലാത്തേ? നമ്മളാണ് ആദ്യം വന്നേ. അത് നന്നായി. നീ ഒരു കാര്യം ചെയ്യും, ഫ്രണ്ട് ബെഞ്ചിൽ കയറിയിരുന്നോ? അതെന്തിനാണ് ഫ്രണ്ട് ബെഞ്ചിൽ കയറിയിരിക്കുന്നത്? ഞാൻ ബാക്കിൽ ഇരുന്നോളാം. ബുദ്ധൂസേ, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ ടീച്ചർ പിടിച്ച് മുന്നിൽ ഇരുത്തും. ഇപ്പൊ ആദ്യമേ ഫ്രണ്ടിൽ കയറിയിരുന്നാൽ നമുക്ക് ബാക്കിൽ ഇരിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ കഴിഞ്ഞ തവണ ഞാനൊന്ന് ബാക്ക് ബെഞ്ചിൽ ഇരുന്നതാ. പിന്നെ വർഷം മുഴുവൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു. എന്നാ റിസ്ക് എടുക്കുന്നില്ല, ഞാനിരിക്കുന്ന. ചിന്നു, നീ നേരത്തെ എത്തിയോ? എന്താ ഇപ്പൊ എത്തിയുള്ളൂ? നീ റോസിയുടെ കൂടെയാണോ വന്നേ? അല്ല, ഞങ്ങള് വേറെ വന്നേ. എന്നാ നീ വാക്കേറിയിക്കേ. ഇതെന്താ ഈ ക്ലാസ്സിൽ ബോയ്സ് ഒന്നില്ലേ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഇഷ്ടമായോ? എന്റെ പഴയ സ്കൂളിൽ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. ഇതേതൊരു പുതിയ പയ്യൻ? അക്ഷയ്, ഇതെന്റെ കസിനാ ഉത്കർഷ്. വീട്ടിൽ ഉണ്ണിന്ന് വിളിക്കും. വാ, ഇവിടെ ഇരിക്കാം. ഇല്ല, എന്റെ ഫ്രണ്ട് പോരും. ഞാൻ അവനോട് ഇരുന്നോളാം. അക്ഷയ്, ഞാൻ നിന്നെ കുറെ നേരമല്ലോ കാത്തിരിക്കുന്നു. നീ എന്താ എന്നെ കൂട്ടാതെ വന്നേ? ഞാൻ നിന്നെ കുറെ നേരം കാത്തിരുന്നല്ലോ. എന്നിട്ടൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നയാ. ഹായ് റിയ. ഹായ് പാർവതി. നീ എന്ന് താമസിച്ചേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റായി. ഇതെന്താ ഉണ്ണി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നേ? എല്ലാവരും 1ാം ക്ലാസ് കൂടെ പഠിച്ചതല്ലേ? എല്ലാവർക്കും എല്ലാവരെയും അറിയാം. എനിക്ക് മാത്രം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ണിക്ക് ഞങ്ങളില്ല ഫ്രണ്ട്സ് ആയിട്ട്. ഹായ്, ഇവിടെ ഇരിക്കാം. വാ. ഇതേതാ പുതിയൊരാള്? ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ കസിനാ, പേര് ഉത്കർഷ്. ഉണ്ണി, ഇത് റോണി. ഇവിടെ ഇരിക്കാം റോണി. എന്റെ ഫ്രണ്ട് ഇപ്പൊ വരും. ഞാൻ അവന്റെ കൂടെ ഇരുന്നോളാം. ഓക്കെ. ഉണ്ണി, നീ വിഷമിക്കണ്ട. നിനക്ക് നല്ലൊരു ഫ്രണ്ട് നിന്ന് കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. അല്ല മക്കളെ, ഇത് ട്യൂബിയാണോ? അതെ, ഇത് ട്യൂബിയാ. മാം ഞങ്ങളുടെ ടീച്ചറാണോ? ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ടീച്ചറൊന്നല്ല. എന്റെ മോൻ ഇവിടെ പുതിയ അഡ്മിഷൻ ആണ്. ഉമ്മ, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോ. ആഷിക്കേ, ഇന്റെ ക്ലാസ്സിൽ നമ്മളൊന്ന് കാണട്ടെന്ന്. വേണ്ട ഉമ്മ, നിങ്ങൾ നോക്കിയേ. വേറെ ആരുടെയെങ്കിലും ഉമ്മമാർ അവരുടെ കൂടെ വന്നിനാ? നിങ്ങൾ പൊക്കോ. കൂട്ടാനാകുമ്പോ വന്നാ മതി. ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി. ഇന്നെ കൂട്ടാ എന്റെ ആന്റിയാ വരുവാ. ആന്റിയാ? വേണ്ട ഉമ്മ, നിങ്ങൾ നന്നായി. ഉമ്മാക്ക് കുറേ പണിയുണ്ട്, അതുകൊണ്ട് ആന്റി വരും കേട്ടാ. മോൻ ആന്റിന്റെ കൂടെ നന്നായി. എന്നാ അമ്മ പോവാണേ. അമ്മ. ചേടാ, ഞാനിത് എവിടെ ഇരിക്കുവാ? ഇവനോട് ചോദിച്ചു നോക്കാം. ഈ ബെഞ്ചിൽ വേറെ ആളുണ്ടോ? ഈ ബെഞ്ചിൽ വേറെ ആളില്ല. ഇവിടെ ഇരുന്നോ. എന്റെ പേരെന്താ? ഉത്കർഷ്. എല്ലാരും ഉണ്ണിന്ന് വിളിക്കും. നിന്റെ പേരെന്താ?
എന്റെ പേര് ആഷിഖ്. വീട്ടിലെല്ലാരും ആഷി എന്ന് വിളിക്കും. ആഷി പുതിയ അഡ്മിഷൻ അല്ലേ? ഞാനും പുതിയ അഡ്മിഷനാ. ഹായ് ലില്ലി. ഹായ് സൂര്യ. ലില്ലി, സൂര്യ, നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ? എന്താ നിങ്ങൾക്ക് ലില്ലിനെ സൂര്യനെ മാത്രമേ കാണുന്നുള്ളൂ? എന്നെയൊന്നും കാണുന്നില്ലേ? അല്ല, സാധാരണ ഞങ്ങൾ നിന്നെ ഗ്രീറ്റ് ചെയ്താലും നീ തിരിച്ച് മൈൻഡ് പോലും ചെയ്യില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ ചോദിച്ചതാരാ? നീയല്ലേ? നിങ്ങൾ നേരത്തെ വന്നോ? ആ, ഇപ്പൊ കുറച്ചു നേരമായി. നീ എന്താ സൂര്യ ഒന്നും മിണ്ടാത്തെ? ഇതേതാ പുതിയ രണ്ട് കുട്ടികൾ? ഒന്ന് ചിന്നുവിന്റെ കസിനാ, പേര് ഉത്കർഷ്. ഞങ്ങളെല്ലാം ഉണ്ണിന്ന് വിളിക്കും. മറ്റേത് ആഷിഖ്. രണ്ടാളെ പുതിയ അഡ്മിഷനാ. ആഷി, ഞാൻ മഞ്ഞമുടിയുള്ള പെണ്ണിനെ നോക്കി. എനിക്ക് മഞ്ഞമുടി, അവൾക്ക് മഞ്ഞമുടി. മേഡ് ഫോർ ഈച്ച് അതർ. എന്നാ എനിക്കും ഉണ്ട് മേഡ് ഫോർ ഈച്ച് അതർ. അവളെ നോക്കി, ആ ഓറഞ്ച് മുടീനെ. ഇവിടെ രണ്ട് ഓറഞ്ച് മുടി ഉണ്ടല്ലോ, ഏതിനെയാ നീ പറയുന്നേ? ഇവിടെ പൊട്ട ആ കണ്ണടി വെച്ചേനെ. അവൾക്കും കണ്ണടയുണ്ട്, എനിക്കും കണ്ണടയുണ്ട്. ലില്ലി, നീ വരുന്നില്ലേ? നമുക്ക് അവിടെ പോയിരിക്കാം. ഞാനിപ്പോ വരാവേ. ഞാൻ ഇവരോട് കുറച്ച് സമയം വർത്താനം പറയട്ടെ. ഇവരോടൊക്കെ നീ എന്തിനാ വർത്താനം പറയുന്നേ? അതെന്താ, ഞങ്ങളോട് വർത്താനം പറയാൻ കൊള്ളില്ലേ? ഇല്ല, കൊള്ളില്ല. നിങ്ങളിത് പിന്നെയും തുടങ്ങിയോ? കഴിഞ്ഞ കൊല്ലം എന്നിട്ട് നിങ്ങൾ അടിയാണല്ലോ. ഋതു, ചിന്നു, നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടത്? അതിന് ഞാനല്ലല്ലോ തുടങ്ങി, അവളല്ലേ? നിങ്ങളോടൊക്കെ മിണ്ടുന്നത് തന്നെ വേസ്റ്റ് ആണ്. നിന്നോട് മിണ്ടുന്നത് അതിനേക്കാളല്ലേ വേസ്റ്റാ. ലില്ലി, ഞാൻ പോകുന്ന. നീ വരുന്നുണ്ടെങ്കിൽ വാ. നിങ്ങൾ കുറെ ആയല്ലോ തുടങ്ങിയിട്ട്. നീ കണ്ടതല്ലേ, അവളല്ലേ ആദ്യം തുടങ്ങി. രണ്ടും കണക്കാ. ആ, ഞാനെന്നാ പോയിരിക്കട്ടെ. ശരിയടി. ഹായ് കുട്ടികളെ, ഈ വർഷം ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. എൻ്റെ പേര് പ്രിയ. എന്നാ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം? യെസ് മാം, എടുക്കാം. ഓക്കെ, എന്നാൽ ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കാൻ പോവുകയാണേ. ഞാൻ പേര് വിളിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പേര് വിളിച്ചാൽ ഉടനെ തന്നെ പ്രസന്റ് മാം എന്ന് പറയണം. ഓക്കേ മാം. ചൈതന്യ, പ്രസന്റ് മാം. പാർവതി, പ്രസന്റ് മാം. ഉത്കർഷ്, പ്രസന്റ് മാം. ആഷിഖ്, പ്രസന്റ് മാം. ഇന്ന് എല്ലാ കുട്ടികളും പ്രസന്റ് ആണല്ലോ. ഇനിയും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക. അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ലീവ് എടുത്താൽ മതിയാകും. Like, share and subscribe if you like my videos.